ഇനി ആ ബാലാരിഷ്ടതകൾ കഴിഞ്ഞു, കുറച്ചൊന്ന് എണീരിയാനും അടക്കാനും ഒക്കെ തുടങ്ങി. അപ്പോഴോ അവിടെ ഇവിടെ വീഴായി, കൈപൊട്ട് കാലുപൊട്ടി അല്ലേ. പിന്നെ കുറച്ചും കൂടി മുതിർന്നാലോ, മുതിർന്നവരുടെ ശാസന വഴക്ക് അല്ലേ, അടി, കുട്ടികളുടേതായ കളിയും ചിരിയും തമാശയും ചാബല്യങ്ങളും ബാലചാബല്യങ്ങളും. ശരിയോ? അപ്പോഴും ദുഃഖല്ലേ? ചിന്തിക്കൂ, എപ്പോഴപ്പോ ഈ ജീവിതത്തിൽ സുഖം ഉണ്ടായത്? അത് കഴിഞ്ഞു 10-12 ഉണ്ണിയായിട്ടും പോയി. ഈ ബാലസ്ഥാവത് ക്രീഡാസക്ത എന്നാണ് ആചാര്യസ്വാമികൾ ഭജഗോവിന്ദത്തിൽ പറയാം. കുട്ടിക്കാലത്ത് കുട്ടിക്ക് ആ ജീവിതത്തിന്റെ മഹത്വം അറിയോ? അമ്മയുടെ വയറ്റില് ആ 10 മാസത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ അമ്മ ഈശ്വരനാമം ജപിച്ചും ഭഗവത് കഥ കേട്ടും ധർമ്മനിഷ്ഠയോടുകൂടി ആ മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ വായിച്ചും കേട്ടും അത്തരം ഒരു ഉദാത്തവും ദിവ്യവും പാവനവുമായ സങ്കല്പത്തോടുകൂടി അങ്ങനെ ജീവിച്ചെങ്കിൽ ആ കുട്ടിക്ക് നല്ല സംസ്കാരത്തോടു കൂടിയിട്ടുള്ള ജന്മം ഉണ്ടാവും. നേരെ മറിച്ച് വെട്ടും കുത്തും ഒക്കെ നടക്കുന്ന അടിയും വിടിയും തല കുടയ്ക്കുമ്പോഴായ സിനിമകളെ കാണാനാണ് ഈ അമ്മയ്ക്ക് വാസനയെങ്കിലോ അത്തരം പിള്ളേർ തന്നെ ജനിക്കും. എന്നിട്ട് ജനിച്ചാൽ ചില വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ കുട്ടികൾ കരയാണ്ടിരിക്കാൻ വേണ്ടി അമ്മമാരെന്താ സൂത്രം കാണുന്നത്? TV ഓൺ ചെയ്തിട്ട് അതിന്റെ മുമ്പിൽ കൊണ്ട് കിടത്തുക. നോക്കണം, ഈ കുട്ടിയെ ഇങ്ങനെ നശിപ്പിക്കുക അവര്. അല്പമെങ്കിലും ആ കുട്ടിയോട് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുമോ? മഹാപാപം. എന്നാൽ വല്ല ഭഗവാന്റെ കീർത്തനങ്ങള്, സ്തോത്രങ്ങള്, ഭജനകളൊക്കെ CD എങ്കിലും അതിട്ടിട്ട് ആ റൂമിൽ അങ്ങനെ കുട്ടി കിടത്തിച്ചാലോ? ഇതൊക്കെ കേട്ടാ കുട്ടി വളരും കുട്ടിക്കാലത്തല്ലേ. അതിന് സുഹൃത്തുണ്ടെങ്കിലല്ലേ അച്ഛനന്മാർക്ക് അങ്ങനെ തോന്നുള്ളൂ. തോന്നില്ല. അപ്പൊ ഗർഭകാലത്തും ഉണ്ടാവില്ല ഈശ്വരൻ സ്മരണം. അതൊക്കെ ഓരോ ജീവന്റെ യോഗം പോലെ ഇരിക്കും. പുറത്തു വന്നാലോ ആ കുട്ടിക്കാലത്ത് ആ കുട്ടിക്ക് അറിയില്ല ആ ജീവിതത്തിന്റെ വില. അകത്ത് വെച്ച് 10 മാസം കിട്ടിയതാണ് ജീവിതകാലം മുഴുവൻ സ്വാധീനിക്കുന്നത്. പിന്നെയോ പ്രഹ്ലാദൻ പറയും, കൗമാര ആചരേ പ്രാജ്ഞധർമാൻ ഭാഗവതാനിഹ. 5 വയസ്സിനുള്ളിൽ ഈശ്വരഭക്തി വളർത്തണം, ഈശ്വരനെ ഉള്ളിലാക്കണം. ആ പ്രായത്തിൽ എന്താ അറിയാം? അമ്മമാര് പറഞ്ഞു കൊടുക്കും. മടിയിൽ മുത്തശ്ശിമാരൊക്കെ ഇന്ന് മുത്തശ്ശിമാരില്ലാത്ത വീട്ടിലൊക്കെ ന്യൂക്ലിയർ ഫാമിലിയാണ്. മുത്തശ്ശിമാര് മടിയിൽ ഇരുത്തി നല്ല കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് പാട്ടൊക്കെ പാടി ഇങ്ങനെയൊക്കെ വേണ്ടേ? അങ്ങനെ ഇത്രേ ശ്രീകൃഷ്ണനെയും ബലരാമനെയൊക്കെ യശോദ എങ്ങനെയാ വളർത്തുക? ശ്രീരാമന്റെ കഥകൾ പറഞ്ഞു കൊടുത്ത, രാമായണം കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അത്രേ ശ്രീകൃഷ്ണനെയും ബലരാമനെയും പാട്ടൊക്കെ പാടി ഓർക്കാറ്. ഉണ്ടോ? നമ്മുടെ കുട്ടികളൊക്കെ എന്ത് കഥയാ പറഞ്ഞു കൊടുക്കണേ? അമ്മമാർക്കറിയോ കഥ പറയാൻ? വല്ലതും പഠിച്ചിട്ടുണ്ടോ ഇന്നത്തെ മോഡേൺ അമ്മമാർക്ക്? പിന്നെ ഉള്ളത് മുത്തശ്ശിമാരെന്നൊക്കെ ഒഴിവാക്കി കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ കുട്ടിക്കാലത്ത് എന്ത് സംസ്കാരം. 2.5 വയസ്സിൽ കൊണ്ട് പ്ലേ സ്കൂളിൽ കൊണ്ടിട്ട് കഴിഞ്ഞു. ചിലടത്ത് ക്രഷിൽ അതിന് മുമ്പേ കൊണ്ടിട്ടു. അച്ഛനമ്മയ്ക്കും ജോലിക്ക് പണം ഉണ്ടാക്കാൻ പോണ്ടേ? കുട്ടിയെ നോക്കാൻ നേരില്ല. അവസാനം കുട്ടിക്കും അച്ഛനമ്മമാർക്കും തമ്മിൽ ഒരു പാരസ്പര്യം, ആ ബന്ധം ഇല്ലാണ്ടാവും അങ്ങനെ വളർത്തിയ. കാരണം കുട്ടിക്ക് സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ. വയസ്സാം കാലം ഇവരെയൊക്കെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് തള്ളുമ്പിനെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കുട്ടിക്കാലം ആ സമയത്ത് ഗീത ശ്ലോകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ഭഗവത് കഥ പറഞ്ഞു കൊടുക്കുക, കീർത്തനം പഠിപ്പിച്ചു കൊടുക്കുക. അതിനാണ് ഗുരുദേവൻ ബാലസ്ഥാവത് ക്രീഡാസക്തനാവരിച്ചിട്ട ബാലസ്ഥാവൽ ബാലവിഹാർസക്ത. കുട്ടികളായിരിക്കും എന്ത് ചെയ്യണം? ബാലവിഹാറുകളിൽ അയക്കണം, മതപാഠശാലകളിൽ അയക്കണം എന്നർത്ഥം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ അന്യമതസ്ഥരെ കണ്ടത് പഠിക്കേണ്ടതാ. അവരോട് ബഹുമാനം തോന്നണം. ഇത്ര പീക്കിരിക്കുള്ളയായ രാവിലെ പള്ളിയിലേക്ക് അയച്ചു പള്ളിയിലേക്ക് അയച്ചില്ലേ? കുട്ടിയിലെ അവരെ മതപാഠം പഠനമില്ലേ? നമുക്കോ വലിയവർക്കും കൂടി വേണ്ട. പിന്നെന്താ? 10-12 വയസ്സ് കളിയും ചിരിയും തമാശയായിട്ട് അങ്ങനെ വിലയറിയാതെ പോയി. 10-12 ഉണ്ണിയായിട്ടും പോയി. പിന്നെയോ ശരീരം വലുതാവുമ്പോ അതോടൊപ്പം ഉള്ളിലുള്ള വാസനകൾ വികസിക്കും അല്ലേ? മോഹങ്ങള്, ആഗ്രഹങ്ങള്, അഭിലാഷങ്ങള് അതൊക്കെ വരും. പിന്നെയോ ആ യൗവന ആരംഭാവുന്നതോടുകൂടി മനസ്സിനാകെ ഡിസ്ട്രാക്ഷൻ, അട്രാക്ഷൻ, ടെംപ്റ്റേഷൻ, 100,000 വസ്തുക്കളിലേക്ക് മനസ്സ് ഓടുക അല്ലേ? ഇതൊക്കെ കണ്ടും കേട്ടും ഈ മാധ്യമങ്ങളിലൂടെയും പരസ്യങ്ങളിലൂടെയും കണ്ടതും കേട്ടതൊക്കെ കാണണം, അനുഭവിക്കണം എന്നുള്ളതായ വിചാരങ്ങൾ മനസ്സിനെ പിടിച്ചു വലിക്കുക എന്നർത്ഥം. തരുണസ്ഥാവൽ തരുണീസക്ത എന്നാണ്. ആണിന് പെണ്ണിൽ ആസക്തി, മോഹം. ആണിന് പെണ്ണിലും പെണ്ണിന് ആണിലും ആകർഷണം. യുവാകാലത്ത് അത് മാത്രമേ ഉള്ളൂ. അത് സ്വപ്നം കണ്ടുകൊണ്ട് അതിനെ തന്നെ വിചാരം ചെയ്തുകൊണ്ട് മനസ്സിന് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഏകാഗ്രതയൊന്നും ഇല്ലാണ്ട് അങ്ങനത്തെ ജീവിതം. ആ സമയത്ത് കുട്ടിക്കാലത്ത് ആരും പറഞ്ഞു കൊടുത്തില്ല ഈശ്വര കഥകളോ ഈശ്വര കീർത്തനങ്ങളോ നാമങ്ങളോ. പിന്നെ യുവകാലത്ത് ടേണിംഗ് പോയിന്റാ. അപ്പം ഉണ്ടാവോ? അയ്യേ, ഏതെങ്കിലും ചെറുപ്പക്കാരത്തികളും സത്സംഗത്തിനൊക്കെ പോകണം കണ്ടോ നിങ്ങള്?
ആ സമയത്ത് അവർക്കൊന്നും അതിൽ വാല്യൂ ഇല്ല എന്നർത്ഥം. വേറെ പലതിലാണ് അവർക്ക് ശ്രദ്ധ, താല്പര്യം. അതിലൊക്കെ പുച്ഛാണ് പൊതുവെ ഉണ്ടാവുക. പിന്നെ ഉദ്യോഗം ഉണ്ടാവണം. കാമികൾക്ക് കാമികളുമായിട്ടാണ് ബന്ധം. ഉദ്യോഗം ഉണ്ടാവണം, പണം ഉണ്ടാവണം, വിവാഹം കഴിയണം, വീട് വെക്കണം. നേരല്ല, പ്രാരബ്ധ തിരക്ക അല്ലേ? ഇപ്പൊ തന്നെ എന്താ പറയാ, അയ്യോ 8ാം ക്ലാസ് ആയി പഠിക്കാൻ ട്യൂഷൻ, അയ്യോ നേരല്ല. എന്താടാ സൺഡേ ക്ലാസ്സിന് വരാത്ത, ഗീതാ ക്ലാസ്സിന്? എന്താ ചെയ്യാ സ്വാമി, ട്യൂഷൻ, അത് ഇത്, എൻട്രൻസിന് പോകണം, മറ്റേന് പോകണം, മറിച്ചതിന് പോകണം. ഇങ്ങനെയല്ലേ പറയണത്? നിങ്ങൾക്ക് അറിയൂലോ. ശരിയോ? അങ്ങനെ എല്ലാത്തിനും നേരമുണ്ട്. ഈശ്വരനെ സ്മരിക്കാൻ, ഈശ്വരനെ സ്മരിപ്പിക്കാൻ ആ കുട്ടിക്കാലത്ത് വേണം. അത് ഇല്ല. ചുട്ടയിലെ ശീലം ചുടല വരെയെന്നാണ്. വിളവ് വന്നിട്ട്, കതിര് വന്നിട്ട് വളം കൊണ്ടിട്ടിട്ട് കാര്യമില്ല, പറയാറില്ലേ? വാഴ കൊലച്ചിട്ട് വളം ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. ചെറുത് തയ്യാവുമ്പോഴണം അല്ലേ? എന്നാലും നല്ല കൊല വരിക. അതുമാതിരി ആ കുട്ടികളിൽ നല്ല പൗരന്മാരായി വളരണമെങ്കിലോ കുട്ടിക്കാലത്തെ ഈ സംസ്കാരം കൊടുക്കണ്ടേ? നോക്കൂ, അതിന് പലർക്കും സുഹൃതം ഉണ്ടാവണില്ല. പിന്നെ പല 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 വിഷയഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടി ഓട്ടമായി പണസമ്പാദനം, ന്യായമായോ അന്യായമായോ മോഹങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വീടായി, കുട്ടികളായി, ഇതൊക്കെ ആയി കഴിഞ്ഞാലോ ചുന്നു മുന്നു കുട്ടു പിട്ടു, അവരുടെയൊക്കെ മുഖം, അവരൊക്കെ ലാളന, അവരിലൊക്കെ മനസ്സങ്ങനെ ആസക്തമായി കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ ധ്യാനിക്കാൻ, ഭഗവാനെ ചിന്തിക്കാൻ എപ്പോഴാ പറ്റണേ? എവിടെ ഇപ്പൊ ഈശ്വര സ്മരിക്കലുണ്ടായത്? എന്നാ ഇനി വയസ്സാവുമ്പോഴാവാം. മുത്തശ്ശി വെറുതെ ഒരു നാമം ജപിച്ചാൽ മതി, രാമായണം വായിച്ച്. ആ മുത്തശ്ശിക്ക് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണം. ശരിയല്ലേ? അപ്പൊ യുവകാലം അങ്ങനെ പോയി. പിന്നെ എപ്പോഴാ? പ്രഹ്ലാദൻ പറയാണ്, പട്ടുനൂൽപ്പുഴു തനിക്ക് സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നൂലുണ്ടാക്കും. ആ നൂലുണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി അത് അതിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടുപോവുക. പിന്നെ പുറത്തു കിടക്കാൻ വയ്യാണ്ട് അതിൻ്റെ കഥ അവസാനമായി അല്ലേ? അതിനെ കൊണ്ട് തിളച്ച വെള്ളത്തിലിട്ട് കൊന്ന ദുഷ്ടന്മാര് ആ പട്ടുനൂല് മുഴുവൻ എടുത്തുകൊണ്ട് പോയി. ആ പുഴു ചത്തില്ലേ? ഇതുമാതിരി നമ്മൾ ഈ കർമ്മം ചെയ്ത് കർമ്മവാസനകളെ ഉണ്ടാക്കി ആ വാസനകളിൽ കുടുങ്ങി ആ വാസനകളിൽ നിന്ന് പുറത്തു കിടക്കാൻ വയ്യാതെ ആ വാസനകൾക്കനുസരിച്ച് വീണ്ടും ജന്മം. കർമ്മവാസനകളാണ് നമ്മളെ ജനിപ്പിക്കുന്നത്. കർമ്മ ബീജം അതാണല്ലോ. വയസ്സാങ്കാലായാലോ വൃദ്ധസ്ഥാവത് ചിന്താമഗ്രഹാന. വാർദ്ധക്യത്തിൽ ഈശ്വര ചിന്തയാണോ? അല്ലല്ല. മുമ്പ് കണ്ടത്, കേട്ടത്, അനുഭവിച്ചത് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലേ? പരമേ ബ്രഹ്മണി കോപിന രക്ത. ഈശ്വര ചിന്തയിൽ ആർക്കും നേരവും ഇല്ല, താല്പര്യവും ഇല്ല എന്നർത്ഥം. നോക്കണം, ഇതിന് അപവാദമാണ് ചിന്മയാൻ സ്വാമി ചെയ്തത്. സ്വാമി കണ്ടു ജീവിതം ഇങ്ങനെ പോണത്. അപ്പോൾ അങ്ങനെ പറ്റില്ല. കുട്ടിക്കാലത്ത് കുട്ടികളെതാ ഗീതാ ക്ലാസ്സിന് അയക്കൂ, ബാലവിഹാറുകൾ, യുവകേന്ദ്ര യൂത്തിന് ക്ലാസ്, ശരിയോ? പിന്നെ അമ്മമാർക്ക് ദേവീ ഗൃഹവും. റിട്ടയർ ചെയ്താൽ വാനപ്രസ്ഥ സംസ്ഥാൻ. ചിന്താമകനായിരിക്കാൻ പാടില്ല. വൃദ്ധകാലത്ത് ചിന്താമകനായിരിക്കാൻ പാടില്ല. അവിടെയും ഈശ്വര ചിന്തയിലും സംസ്കാരികമായ കാര്യങ്ങളിൽ ഒക്കെ ഏർപ്പെട്ടുകൊണ്ട് അങ്ങനെ മനസ്സിനെ അങ്ങനെ ഈശ്വരാഭിമുഖമാക്കി തീർക്കണം. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതാണ് ചിന്മയാൻ സ്വാമിയുടെ സെന്റിനറി 2016 നമ്മൾ ആഘോഷിക്കുക ലോകം മുഴുവനും. യുഗപുരുഷനായ ഗുരുദേവൻ ലോകത്തിന് ചെയ്ത സംഭാവന നാം എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? ഇത് ചിന്മയ മിഷൻ കേന്ദ്രങ്ങളിൽ മുഴുവനും, ലോകം മുഴുവനും എത്രയോ രാജ്യങ്ങളിൽ സ്തുത്യർഹമായി നടക്കണം. എത്ര ആൾക്കാർ ഇതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ കുട്ടികളുടെ ക്ലാസ് ഉണ്ടാവും, സൺഡേ സൺഡേ സൺഡേ. എൻ്റെ കുട്ടി അയക്കില്ല, അവന് കീബോർഡിന് അയക്കണം, അവന് ഡാൻസിന് അയക്കണം, അവന് പാട്ടിന് അയക്കണം. അതിനൊക്കെ നേരമുണ്ട്, ഇതിന് നേരമില്ല. ശരിയോ? ഈവനിങ് മോർണിംഗ് വാക്ക് നടക്കാൻ പോകും അല്ലേ? എന്നാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി 4 പ്രദക്ഷിണം ചെയ്ത് നാമം ജപിച്ചുകൊണ്ട് ആ മോർണിംഗ് വാക്ക്, ഈവനിങ് വാക്ക് അടുത്തുള്ള ക്ഷേത്രത്തിലാക്കി ആക്കിക്കൂടെ? അതിന് സംസ്കാരം വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം സംവിധാനമാണ് ഗുരുദേവൻ നമുക്ക് ഒരുക്കി തന്നേക്കുന്നത്. ഇതിനെ പ്രയോജനപ്പെടുത്തി ഉയരണമെങ്കിലും എന്ത് വേണം? സുഹൃതം വേണം. പൂർവ്വവാസന ഉണ്ടാവണമല്ലോ. ആ പൂർവ്വ സംസ്കാരമുള്ളവർക്ക് അതിലൊക്കെ ആഭിമുഖ്യം ഉണ്ടാവും, അതിനൊക്കെ പ്രയോജനപ്പെടുത്താൻ തോന്നും, അവരുടെ ജീവിതം ധന്യമാകും എന്നർത്ഥം. ഇങ്ങനെ ഞാൻ കേമൻ, എന്നേക്കാൾ കേമൻ ആരുമില്ല, തന്നെത്താൻ അഭിമാനിക്കുക. ഞാൻ ആരാന്നറിയോ? എൻ്റെ കേമത്വം പറഞ്ഞുകൊണ്ട്, പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട്, എന്നിട്ടോ തന്നെ താൻ അറിയാതെ കഴിയുന്നു. അതാണ് ഏറ്റവും വലിയ അപകടം. തന്നെ താൻ അറിയാതെ കഴിയാന്ന് പറഞ്ഞാലോ, ആരായി ഞാൻ? ഈ കേമനായി, ഈ അഭിമാനവും ഈ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കണം. അവനവൻ ആരാ അറിയോ? അവനവനെ അറിയാതെ അജ്ഞതയിലാണ് കഴിയണം എന്നർത്ഥം. താനെന്ന് പറയാൻ കേവല ശരീരമാണോ? ജഡമായ ദൃശ്യമായ ദേഹമാണോ? ഈ ശവശരീരമാണോ? ഇത് നിരന്തരം മാറി മറിയണു. ഈ ദൃശ്യമായ ശരീരത്തിന്റെ പുറകിൽ
ഇതിനെ കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃക്സ്വരൂപനായ ചൈതന്യമാണ് ഞാൻ, ബോധസ്വരൂപിയാണ് ഞാൻ എന്ന് എത്ര പേരറിയുന്നുണ്ട്? ഇതറിയാതെ, അതിനറിയാൻ ശ്രമം പോലും ഇല്ലാതെ ഇങ്ങനെ ഈ ശരീരത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക. ശരീരമായിട്ട് ശരീരപാലനം, അതിൻ്റെ പോഷണം, അതിൻ്റെ പ്രീണനം, അതിൻ്റെ ലാളനം, ഇതിന് ബദ്ധശ്രദ്ധരായിട്ട് കഴിയുക. ഇതിലാസക്തരായി ദേഹത്തിലും തൽസംബന്ധികളിലും ഞാനെന്നും എൻ്റെ എന്നുള്ള അഹന്താ മമതകൾ വെച്ചുകൊണ്ടാണ് തന്നെ താൻ അറിയാതെ, ഞാൻ ആരാണെന്നറിയാതെ, തൻ്റെ വാസ്തവസ്വരൂപം അറിയാതെ ഈ സംസാരത്തിൽ കിടന്ന് കറങ്ങണു. വാസ്തവത്തിൽ ഈ മനുഷ്യജന്മത്തിൻ്റെ മഹത്തായ ഉദ്ദേശം തന്നെ എന്താ? എന്നെ ദേഹേന്ദ്രിയാദികളിൽ നിന്ന് വിലക്ഷണനായ ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞ് സാക്ഷാത്കരിച്ച് മുക്തനാവാനാണ്. ആ സാക്ഷാത്കാരം കൊണ്ട് മാത്രമേ ഇനിയും ഈ സംസാരത്തിലേക്ക് വരണ്ടാണ്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്കൊക്കെ വീണ്ടും വീണ്ടും ഈ ശരീരമായിട്ട് ജീവിച്ച് അതിനുവേണ്ടി ചെയ്ത കർമ്മങ്ങളുടെ വാസനകൾ അനുഭവിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ചേ ആവൂ പറയാം. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ത മേലേ വഹിപ്പത് ആത്മാവുകേൾന്നാണ്. എഴുത്തച്ഛൻ്റെ രാമായണം വായിക്കുന്ന കാലല്ലേ ഇപ്പോൾ, കർക്കട മാസമായ. അതിൽ പറയുക, ഞാൻ ആരാ? ദേഹമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, പ്രാണനല്ല, ഇതിനൊക്കെ കാണുന്ന അറിയുന്ന ആ ചൈതന്യമാണ്, ബോധമാണ്. ദേഹമല്ല ഓർക്കിൽ ഞാനായത് ആത്മാവ്. ആലോചിച്ച് നോക്കണവർക്ക് ഈ ദേഹം ദൃശ്യമാണ്, ഞാൻ ദ്രഷ്ടാവാണ്, അതിനെ കാണുന്നവനാണ്. ദേഹം ജഡമാണ്, ഞാൻ അതിനെ അറിയുന്ന ചൈതന്യമാണ്. ദേഹം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ഞാൻ ഈ മാറ്റങ്ങളെ എത്രയും കണ്ടുകൊണ്ട് മാറാതെ വർത്തിക്കുന്നവനാണ്. മാറാത്തത് കൊണ്ട് ഞാൻ കാലദേശാതീതനാണ്, നിത്യനാണ്, ശാശ്വതനാണ്. അങ്ങനെയുള്ള തനിക്ക് ഈ ശരീരധർമ്മങ്ങളൊന്നും ബാധിക്കുന്നില്ല. ഇങ്ങനെ ശരീരത്തിൽ നിന്നും ഇതുപോലെ മനസ്സിൽ നിന്നും ചിന്തകളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും ഒക്കെ നിന്നും വിലക്ഷണനായിട്ട് തന്നെ തിരിച്ചറിയാനുള്ള വിവേകശക്തി മനുഷ്യനേ ഉള്ളൂ. വേറെ ആർക്കും ഇങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പം എല്ലാം ചേർന്ന് ഒരു കുഴമ്പ് പരുവത്തിലിരിക്കുക അല്ലേ? ദേഹം ഒരു വാഹനമാണ്. വാഹനത്തെ ഉപയോഗിക്കുന്ന ആൾ വാഹനമല്ലല്ലോ, താൻ വാഹനത്തെ താനെന്നെടുത്തു. ഈ ശരീരം എന്ന വാഹനത്തെ താനെന്നെടുത്തിരിക്കുകയാണ്. ശരിയോ? ദേഹത്തെ ഒരു തേരിനോടൊക്കെയാണ് കവികൾ ഉപമിച്ചിരിക്കുന്നത്. നമ്മളൊരു വാഹനത്തിൽ കയറി ഡ്രൈവറോട് പറഞ്ഞ് എടുത്ത് കൊണ്ടാക്കാൻ നമ്മൾ ആ സ്ഥലത്തെ ഇറങ്ങിപ്പോരില്ലേ? ഇതുമാതിരി ജീവിതയാത്ര നിർവഹിക്കാനുള്ള ഒരു വാഹനമാണ് ഈ ദേഹം. അതിൽ യാത്ര ചെയ്യുന്ന ആളാണ് നമ്മൾ. തേരാണെങ്കിൽ ശരീരത്തെ തേരിനോട് ഉപമിക്കുമ്പോൾ 5 കുതിരകളുണ്ട്, അതാണ് 5 ഇന്ദ്രിയങ്ങൾ. ആ കുതിരകൾ തേരിനെ വലിച്ചുകൊണ്ട വഴികളാണ് ഈ ലോക വിഷയങ്ങൾ. മനസ്സാവുന്ന കടിഞ്ഞാണ് കൊണ്ടാണ് ആ ഇന്ദ്രിയങ്ങളാവുന്ന കുതിരകളെ നിയന്ത്രിക്കേണ്ടത്. ബുദ്ധിയാവുന്ന തേരാളിയാണ് ഈ മനസ്സാകുന്ന കടിഞ്ഞാണിനെ പിടിച്ച് ആ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കേണ്ടത്. ഞാനും നിങ്ങളോ അതിലുള്ള സവാരിക്കാരനാ, യാത്രക്കാരനാ. അപ്പൊ നമ്മൾ വാഹനമല്ല, രഥമല്ല, തേരല്ല എന്ന് വെക്കുന്നതല്ലേ. പക്ഷെ ഇപ്പൊ നമ്മളെന്ത് വിചാരിക്കണു? ഈ ദേഹമേ ഞാൻ, ഇതിന് വരണതൊക്കെ എനിക്ക് വരണു, ഇതിനപ്പുറത്തൊന്നുമില്ല. ദേഹാത്മഭാവത്തിലാണ് നമ്മുടെ ജീവിതം നഷ്ടം. തന്നെത്താൻ അറിയാതെ കഴിയുന്നു. തന്നെത്താൻ അറിയാനാണ് ഈ മനുഷ്യജീവിതം നഷ്ടം. താൻ ആരാ, ഞാൻ ആരാ? എഴുത്തച്ഛൻ മനോഹരമായി ഹരിനാമകീർത്തനത്തിലൂടെ താൻ ആരാണ് എന്ന് പറഞ്ഞിരുന്നു. ഈ പ്രപഞ്ചാനുഭവം ഇന്ദ്രിയങ്ങളുടെ തലത്തിലാണ് ആരംഭിക്കുന്നത് അല്ലേ? ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ പ്രപഞ്ചമില്ല. കണ്ണില്ലെങ്കിൽ രൂപങ്ങളെ കാണാൻ പറ്റില്ല, കാതില്ലെങ്കിൽ ശബ്ദങ്ങളെ അറിയാൻ പറ്റില്ല. കഴിയോ? ഇല്ല. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്, കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരുന്ന പൊരുൾ താൻ, ആ പൊരുൾ താൻ എന്ന് ഉറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമ. ഈ ജീവിതം ദുഃഖിക്കാനുള്ളതല്ല, ശാശ്വതമായ സുഖവും ശാന്തിയും സമാധാനവും ആനന്ദവും അനുഭവിക്കാനുള്ളതാണ്. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ കിട്ടണത് നേരെ മറിച്ചാന്ന് മാത്രം. അതിനെന്താ കാരണം? തന്നെ താൻ അറിയാതെ കഴിയുന്നു. താൻ ആരാ? ഈ ദൃശ്യമായ പ്രപഞ്ചത്തെ മുഴുവനും അറിയുന്ന ഇന്ദ്രിയങ്ങള്, ആ ഇന്ദ്രിയങ്ങളെയും അറിയുന്ന മനസ്സ്, ആ മനസ്സിനെയും അറിയുന്ന പൊരുളാണ് ഞാൻ. പ്രപഞ്ചാനുഭവം ആരംഭിക്കുന്നത് ഇന്ദ്രിയ തലത്തിലാണ്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രകാശത്തിന്റെ സോഴ്സാണ്, ഉറവിടമാണ് സൂര്യൻ, പിന്നെ അഗ്നി മുതലായതൊക്കെ. അതിനെപ്പോലും പ്രകാശിപ്പിക്കുന്നത്, അതുപോലും ഉണ്ടെന്നറിയണത് കണ്ണുള്ളത് കൊണ്ടാണ്. കണ്ണെന്ന് പറഞ്ഞാൽ കണ്ണും മറ്റുള്ള 5 ഇന്ദ്രിയങ്ങളും മുഖാന്തരമാണ് ഈ പ്രപഞ്ചം നമ്മൾ അറിയുന്നത്. അപ്പോൾ പ്രപഞ്ചം മുഴുവനും, പ്രപഞ്ചത്തിലുള്ള സമസ്ത പദാർത്ഥങ്ങളും ശബ്ദാദി വിഷയങ്ങൾ മുഴുവനും ദൃശ്യമാണ്, അറിവിന് വിഷയമാണ്. ആർക്ക്? 5 ഇന്ദ്രിയങ്ങൾക്ക്. ശരിയല്ലേ? 5 ഇന്ദ്രിയങ്ങൾ ദ്രഷ്ടാവാണ്, കാഴ്ചക്കാരനാണ്. ആ ഇന്ദ്രിയങ്ങളുടെ
വിഷയങ്ങളോ? കണ്ണിൻ്റെ വിഷയം രൂപം, മൂക്കിൻ്റെ വിഷയം മണം, നാക്കിൻ്റെ സ്വാദ്, ത്വക്കിൻ്റെ സ്പർശം, അല്ലേ? കാതിൻ്റെ ശബ്ദം. ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതാതിൻ്റെതായ വിഷയങ്ങളുണ്ട്. അതൊക്കെ ദൃശ്യമാണ്. കാഴ്ചക്കാരൻ, ദ്രഷ്ടാവ്, 5 ഇന്ദ്രിയങ്ങൾ. കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ്, കണ്ണ്, കാത്, അതിനൊക്കെ ആരാ അറിയണേ? ഞാനാണ് അറിയണത്. പക്ഷെ മനസ്സിന്റെ സഹായം കൊണ്ടാ, അല്ലേ? മനസ്സ് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഒരാൾ വന്ന് വിളിച്ചാൽ കേൾക്കില്ലല്ലോ, ഒരാൾ മുമ്പിൽ വന്ന് നിന്നാൽ അറിയില്ലല്ലോ. മനോരാജ്യത്തിൽ ഇരിക്കാൻ വെച്ചാൽ അടുത്ത് വന്നിരുന്ന ആരെങ്കിലും വിളിച്ചറിയോ? അപ്പൊ കണ്ണിന്റെ പുറകിൽ മനസ്സുണ്ടാവണം. അപ്പോഴാണ് കാണല് കേക്കല് മുതലായ വ്യാപാരം നടക്കുക. ശരിയോ? അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ ഗ്രഹിക്കാൻ അറിയാനുള്ള കഴിവ് അതിന്റെ പുറകിൽ മനസ്സുള്ളത് കൊണ്ടാണ്. ആ മനസ്സിന്റെ സഹായം കൊണ്ട് ഇന്ദ്രിയങ്ങളെ നമ്മൾ അറിയണു. കണ്ണിന് കാഴ്ചയില്ലാണ്ടായി എനിക്ക്, കണ്ണിന് ഇപ്പൊ നല്ലോണം ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ കണ്ണാടയും കൂടിയും വേണ്ട, നല്ലോണം വായിക്കാം, അങ്ങനെ പറയാനായിട്ടില്ല ചില ആൾക്കാർ. അതിന് കേൾവി കുറഞ്ഞു. ആ ഇന്ദ്രിയങ്ങളുടെ കഴിവ് കൂടുതലും കുറവുമൊക്കെ അവയെല്ലാം അറിയണത് അതിനെയും അറിയുന്ന അതിൻ്റെ അപ്പുറത്ത് മനസ്സ്. അപ്പൊ ഇന്ദ്രിയങ്ങളാണ് കാഴ്ചക്കാരൻ ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇന്ദ്രിയങ്ങളും കാഴ്ച വസ്തുക്കളായി മാറി ആർക്ക്? അതിൻ്റെ പുറകിലുള്ള മനസ്സിന്. ആ മനസ്സായി കാഴ്ചക്കാരൻ അഥവാ ദ്രഷ്ടാവ്. ഈ മനസ്സാണോ നമ്മിലെ പരമമായ കാഴ്ചക്കാരൻ? മനസ്സിനെ കാണാൻ അതിനപ്പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളാണ് കാഴ്ചക്കാരൻ. ആരും ഇല്ലെങ്കിൽ സമ്മതിക്കാം മനസ്സാണെന്ന്. ആണോ? നമ്മുടെ മനസ്സിനെയും മനസ്സിൽ നടക്കുന്ന കുണ്ടാമണ്ടികളെ മുഴുവനും ആരറിയണേ? നമ്മളറിയണു, അല്ലേ? എൻ്റെ മനസ്സ് അങ്ങനെയാണ്, എൻ്റെ മനസ്സിങ്ങനെയാണ്, എൻ്റെ മനസ്സ് ഓടണു. അയ്യോ, ഒരാൾ പറയാം എൻ്റെ മനസ്സ് ഓടണു. മനസ്സല്ലേ ഓടണേ? നീ എന്തിനാ അതിൻ്റെ പിന്നാലെ ഓടണേ? മനസ്സോടത്തെ. മനസ്സോടണു എന്ന് ആരറിയണേ? അത് ഞാനാ. ആ നീ അതിൻ്റെ പിന്നാലെ ഓടിയിട്ടല്ലേ കുഴപ്പമായത്? നീ അവിടെ നിൽക്ക്, മനസ്സോടത്തെ. അപ്പോൾ നീ പിന്നാലെ ഓടാണ്ട് അവിടെ നിന്നാൽ മനസ്സ് തിരിച്ചു വരും നിന്റെ അടുത്തേക്ക് ഓർ ചെയ്യുമ്പോൾ. മനസ്സിലായോ? മനസ്സ് എന്ന് പറഞ്ഞാൽ പല പല വിചാരങ്ങളാണ്, ചിന്തകളാണ്, അല്ലേ? പല പല ചിന്തകളാണ്, ചിന്തകളുടെ ഒരു പ്രവാഹമാണ് മനസ്സ്. ആ ചിന്തകളൊക്കെ പൂർവ്വ സംസ്കാരം കൊണ്ട് കയറി വരുന്നതാണ്. ആ ചിന്തകൾ നല്ലതുണ്ടാവാം, കെട്ടതുണ്ടാവാം, കാമുണ്ടാവാം, ക്രോധമുണ്ടാവാം, അസൂയ ഉണ്ടാവാം, വിദ്വേഷം ഉണ്ടാവാം, നാണുണ്ടാവാം, പേടിയുണ്ടാവാം, സുഖം ഉണ്ടാവാം, ദുഃഖം ഉണ്ടാവാം. ഈ ചിന്തകളൊക്കെ ആരുടെ മുമ്പിലാടോ പൊന്തി മറയണത്? ഈ ചിന്തകളൊക്കെ ആരാൽ അറിയപ്പെടുന്നു? നമ്മുടെ അനുഭവത്തിൽ നമ്മളാലാണ് അറിയപ്പെടുന്നത്, അല്ലേ? എൻ്റെ മനസ്സിൽ നല്ല വിചാരം വന്നാലും ചീത്ത വിചാരം വന്നാലും മനസ്സിൻ്റെ സ്വസ്ഥതയും അസ്വസ്ഥതയും ഒക്കെ നമ്മൾ അറിയണു, അല്ലേ? എഴുത്തച്ഛൻ പറയണു, ഗുരു പറയണു, മനമാകുന്ന കണ്ണ് അതിനും കണ്ണായിരിക്കുന്ന പൊരുൾ. ഈ മനസ്സിനെയും അതിലെ വിചാരങ്ങളെയും വികാരങ്ങളെയും ചിന്തകളെയും സങ്കല്പങ്ങളെയും സുഖത്തെയും ദുഃഖത്തെയും ഒക്കെ കാണുന്നത് അതിൻ്റെ അപ്പുറത്തുള്ള പൊരുളാണ്. പൊരുൾ എന്ന് പറഞ്ഞാൽ ചൈതന്യം അഥവാ ബോധം. ബോധവും ചൈതന്യം രണ്ടല്ല. കാരണം ജഡത്തിന് ബോധിക്കാൻ കഴിയില്ല. ബോധിക്കല് ചൈതന്യത്തിൻ്റെ ധർമ്മമാണ്. കോൺഷ്യസ്നെസ് ഓർ അവയർനെസ് എന്ന് പറയാം ആ പൊരുളിനെ. അപ്പോൾ മനസ്സിനെയും മനസ്സിലെ ചിന്തകളെയും അനുഭവങ്ങളെയും ആ മനസ്സിനാൽ അറിയപ്പെടുന്ന ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെടുന്ന ബാഹ്യപ്രപഞ്ചത്തെയും ഒക്കേത്തിനെയും ഒറ്റടിക്ക് വസ്തുക്കളായി ദൃശ്യപദാർത്ഥങ്ങളായി എഴുത്തച്ഛൻ തള്ളി. പരമമായ നമ്മളെ കാഴ്ചക്കാരൻ ഞാനെന്ന ആ ബോധം. അപ്പം ഞാനാണ് എല്ലാത്തിനെയും അറിയുന്നത്. ബാഹ്യലോകത്തെ അറിയുന്നു ഇന്ദ്രിയങ്ങളിലൂടെ. ഞാൻ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയങ്ങളുടെ കഴിവ് കുറവും കൂടും ഞാൻ അറിയണു. മനസ്സിനെയും മനസ്സിലുള്ള സുഖത്തെയും ദുഃഖത്തെയും ഞാൻ അറിയണു, അല്ലേ? മനസ്സ് ഓടണമെന്ന് അറിയണു, മനസ്സിപ്പോൾ ഓടണില്ല എന്ന് പറയണു, അല്ലേ? മനസ്സിൻ്റെ സ്വസ്ഥതയും അസ്വസ്ഥതയും അറിയണു, മനസ്സ് സുഖാണെന്നും സുഖാണെന്നും അറിയണു. എല്ലാത്തിനെയും അറിയുന്നു ഞാൻ. ആ എന്നെ അറിയാൻ, നമ്മളെ അറിയാൻ നമ്മളിൽ വേറെ വല്ലവരും ഉണ്ടോ? നമ്മളുണ്ടെന്ന് ആരറിയണേ? നിങ്ങളുണ്ടോ ഇല്ലയോ? അപ്പോൾ ആരാ അറിയണേ? നിങ്ങളുണ്ടോ? ഞാൻ അടുത്തുള്ള ആളോട് ചോദിക്കട്ടെ, ഞാൻ ഉണ്ടോടി? ആരെങ്കിലും ചോദിച്ചിട്ടാണോ പറയണേ? ആണോ? ആരുടെങ്കിലും ശുപാർശ വേണോ? സർട്ടിഫിക്കറ്റ് വേണോ? നീ ഉണ്ടട്ടോ? വേണ്ട, ഞാനുണ്ടെന്ന് എനിക്കറിയാം. ആ അറിവാണപ്പം ഞാൻ, അല്ലേ? ഐ ആം കോൺഷ്യസ് ഓഫ് മൈ എക്സിസ്റ്റൻസ്. ഞാൻ എൻ്റെ നിലനിൽപ്പിനെ, ഞാൻ ഉണ്മയെക്കുറിച്ച് ഞാൻ അറിയണു. ഞാൻ ബോധവാനാണെന്നർത്ഥം. ആലോചിച്ച് നോക്കൂ. ഞാനുണ്ട്, ഞാനുണ്ട്, അയാം അയാം എന്ന് എല്ലാവരും എല്ലാ ഭാഷയിലും പറയണു, അല്ലേ? ഞാനുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ഈ ശരീരം സ്വയം അതിൻ്റെ ഉണ്മയെ അറിയണ്ടോ? ശരീരം ജഡവസ്തു അറിയില്ല. ശരീരം അറിയണ്ടെങ്കിൽ ഈ ഡെസ്ക് അറിയണം, ആ ചെയർ അറിയണം, ഈ പദാർത്ഥങ്ങളൊക്കെ സ്വയം അറിയണം. അങ്ങനെ ഇവിടെ അറിയണ്ടോ? ഇല്ലല്ലോ. ദേഹം ജഡമോ സ്വയം അറിയണില്ല, ഇന്ദ്രിയങ്ങളോ മനസ്സോ ഒന്നും അറിയണില്ല. പക്ഷേ ഞാനുണ്ട് എന്ന് ഞാൻ അറിയണു, അല്ലേ? ശരിയോ? ഞാനുണ്ട് എന്ന് ഞാൻ അറിയണു. ശരീരമുണ്ടെന്ന് ആരറിയണേ? ഞാൻ. ശരീരമുണ്ട്, ശരീരം
ആ വയ്യായ്മയുണ്ട്, ശരീരത്തിന് ആരോഗ്യമുണ്ട്, ശരീരത്തിന് ആരോഗ്യം കുറഞ്ഞു. ശരീരമാണോ അറിയണത്? നമ്മളല്ലേ അറിയണത്. എൻ്റെ കണ്ണിന് കാഴ്ചയുണ്ട്, കണ്ണിന് കാഴ്ച മങ്ങണുണ്ട്, കണ്ണിന് കാഴ്ച ഇല്ലാണ്ടായിണ്ട്, ഒരു കണ്ണ് കാണുന്നുണ്ട്, ഒരു കണ്ണ് കാണില്ല. ഇതൊന്നും കണ്ണല്ല അറിയണേ, ഒക്കെ നമ്മൾ തന്നെ അറിയണേ. ശരിയല്ലേ? എൻ്റെ മനസ്സിൽ ഇപ്പം നല്ല സമാധാനമുണ്ട്, എൻ്റെ മനസ്സിന് ചിലപ്പോൾ സമാധാനം പോവാറുണ്ട് അല്ലേ? ചിലപ്പോൾ മൂഡ് ഔട്ട്, ചിലപ്പോൾ മൂഡില്ല, മൂടിങ്ങനെ മൂടിയ ക്ലൗഡി ആകാശം പോലെ. ഇതൊക്കെ ആരറിയണേ? അതൊക്കെ ഞാൻ തന്നെയാ. ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ താൻ ആരടോ? താൻ ഈ അറിയപ്പെട്ടത് വലുതുമാണോ? ഈ അറിയപ്പെട്ടതൊന്നും താനല്ല. എല്ലാത്തിനെയും അറിയുന്ന ആ താൻ, ആ ശുദ്ധമായ അറിവ്, ബോധം, ചൈതന്യം, ആത്മതത്വം. ഇതറിയാതെ തന്നെത്താൻ അഭിമാനിച്ച് ഞാൻ കേമൻ, ഞാൻ ചെയ്തു, ഞാൻ പോയി, ഞാൻ അത് ചെയ്തു, ഞാൻ അവിടെ, ഇങ്ങനെ എന്തൊക്കെ അഭിമാനങ്ങൾ നമുക്കല്ലേ? തന്നെത്താൻ അഭിമാനിച്ചുകൊണ്ടാണ് ഈ ലോകത്തിന് മുഴുവൻ നമ്മുടെ വ്യവഹാരം. പക്ഷെ താൻ ആരെന്നറിയാതെയാ. ശരിയല്ലേ? ആലോചിച്ച് നോക്കൂ. അവനവനെ അറിയാതെ ഈ ലോകത്തിലുള്ള മുഴുവൻ അറിഞ്ഞു ഞാൻ. എന്താ പറയണേ? ചന്ദ്രനിൽ പോലും എന്തെങ്കിലും പോയി കണ്ടുപിടിച്ചു വന്നു എന്നാണ് അഭിമാനിക്കണേ. പോയോ ഇല്ലയോ അത് അവർക്കറിയാം. പക്ഷെ അഭിമാനം അങ്ങനെയാണല്ലോ. ശരിയോ? പക്ഷേ ഇതൊക്കെ അറിഞ്ഞവനെ അറിഞ്ഞോ? അവനവനെ അറിഞ്ഞോ? താൻ ആരെന്നറിയോ? ഞാനാരാ? ഞാനോ? ഞാൻ ഇന്ന വീട്ടിലത്തെ മോളാ, മോന, ആണ, പെണ്ണ, അച്ഛന, അമ്മ, അങ്ങനെയൊക്കെയല്ലേ അറിയണേ? അത് ഈ ശരീരത്തെ കുറിച്ചുള്ള അറിവല്ലേ? അല്ലേ? ആരും പഠിപ്പിക്കാതെ ഇതൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുക. എന്നാ പിന്നെയും ശാസ്ത്രങ്ങൾ പറയണു, നിങ്ങൾ ഇതൊന്നുമല്ല. നിങ്ങൾ ആരാ? ഈ ശരീരമല്ല, പഞ്ചഭൂതല്ലേ ശരീരം. പഞ്ചഭൂത ശരീരമല്ല നിങ്ങള്, മനസ്സല്ല നിങ്ങള്, ബുദ്ധിയല്ല നിങ്ങള്. മനോ ബുദ്ധി അഹങ്കാര ചിത്താനിനാഹം. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ വൃത്തികളോ ഈ ചിന്തകളോ ഒന്നുമല്ല ഞാൻ. നജശ്രോത്രജിഹ്വേ നജഘ്രാണനേത്രേ. 5 ഇന്ദ്രിയങ്ങളാണോ ഈ പ്രപഞ്ചത്തെ അറിഞ്ഞ 5 ഇന്ദ്രിയങ്ങളാണോ? അതുമല്ല. ആ ഇന്ദ്രിയങ്ങളെ അറിഞ്ഞു ഞാൻ. പഞ്ചഭൂത ദേഹത്തെ അറിയുന്നു ഞാൻ. നജവ്യോമ ഭൂമി ന തേജോ ന വായു. പഞ്ചഭൂത സംഘാതമായ ദേഹമാണോ? അതുമല്ല ഞാൻ. അതിനെ ഞാൻ കാണുന്നു. പിന്നെ ഞാൻ ആരാ? ഇതൊക്കെയാണെന്നാണല്ലോ നമ്മുടെ വിചാരം. ആരാ അറിയോ? ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാന്ന്. ഇങ്ങനെയൊക്കെയല്ലേ ആൾക്കാര് വഴക്കൂടുമ്പോ, ലഹള കൂടുമ്പോ വക്കത്തിയും വെട്ടുകത്തിയും ഒക്കെ എടുത്തുകൊണ്ട് ലഹള കൂടിക്കൊണ്ട് പറയാ, നിന്നെ ഞാൻ കാണിച്ചു തരാട്ടോ, ഞാൻ ആരാന്ന് നീ അറിയും. ശരിയോ? ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ തന്നെത്താൻ അഭിമാനിച്ച് ഇങ്ങനെ കഴിയുക ലോകത്തില്. തന്നെത്താൻ അഭിമാനിച്ചു പിന്നീടം തന്നെത്താൻ അറിയാതെ കഴിയുന്നു. ആ ശ്ലോകങ്ങൾ വളരെ സൂക്ഷ്മമാണ്. ഞാനിങ്ങനെയെന്ന് അഹങ്കരിച്ചും അഭിമാനിച്ചും കഴിയുമ്പോഴും അവനറിയുന്നില്ല വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ അവനവനാരാന്ന്. അവനവൻ ആരെന്ന് അവനവൻ അറിയാത്തതാണ് ഈ കുഴപ്പത്തിന് മുഴുവൻ കാരണം. താൻ ആരെന്ന് താൻ അറിഞ്ഞാൽ കഴിഞ്ഞു. ഒരിക്കൽ രമണ മഹർഷി ഉള്ളപ്പോ അവിടെ അടുക്കളയില് ലഹള കേട്ടു. അപ്പൊ അദ്ദേഹം ചെന്നപ്പോ കഷ്ണം അറിയണ അവര് വഴക്കൂടുക അത്രേ. ആ കഷ്ണം അറിയണ കത്തിരുന്ന് ഞാൻ കാണിച്ചു തരാം ആരാന്ന്. അപ്പൊ മഹർഷി പറഞ്ഞു, അത് അറിയാത്തതാണ് ഈ കുഴപ്പത്തിന് മുഴുവൻ കാരണം. ഞാൻ ആരാന്ന് അറിഞ്ഞാൽ കഴിഞ്ഞു. ഞാൻ ആര്? ഞാൻ യാർ, ഹു ആം ഐ. ഇതാണ് രമണ മഹർഷിയുടെ ഡയറക്റ്റ് പദ്ധതി. വേദാന്തത്തിന്റെ ഡയറക്റ്റ് പദ്ധതിയാണ് ഞാൻ ആര് എന്ന് വിചാരം ചെയ്യാൻ. നോക്കണം, സൃഷ്ടിയുടെ ആദിയില് ആദിനാരായണന്റെ നാഭിപത്മത്തിൽ ഒരു താമരയുണ്ടായിന്നും ആ താമരയിൽ ബ്രഹ്മാവ് ഉണ്ടായിന്നും ആ ബ്രഹ്മാവ് ചുറ്റും നോക്കിയപ്പോ ചുറ്റുപാടും 3 തല ഒന്നും അങ്ങനെ 4 തലയുള്ളവനായിന്നും ഞാൻ ആരാണെന്നും ഞാനിരിക്കുന്ന താമര എവിടെ നിന്നുണ്ടായെന്നും അദ്ദേഹത്തിന് വിചാരം വന്നുവെന്നും തീർച്ചയായിട്ടും എനിക്കും താമരയ്ക്കും ഒരു ആധാരം ഉണ്ടാവണം എന്ന വിചാരത്തിൽ അദ്ദേഹം യോഗശക്തി കൊണ്ട് സൂക്ഷ്മരൂപത്തില് ആ താമരത്തണ്ടിന്റെ അടിയിലൂടെ കീഴ്പോട്ട് അന്വേഷിച്ചു പോയി. 1000കണക്കിന് വർഷക്കാലം എന്നൊക്കെ പുരാണ കഥകളിൽ കേട്ടല്ലേ. ആ ബ്രഹ്മാവും തുടക്കത്തിൽ ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് വന്നു എന്ന് അന്വേഷിച്ചത്. നമ്മൾ എത്ര ജന്മമായിട്ടും എത്ര വയസ്സായിട്ടും നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു വിചാരം വരുന്നില്ല. ശരിയോ? അങ്ങനെ പുറത്ത് എത്ര കാലം അന്വേഷിച്ചിട്ടും ബ്രഹ്മാവിന്റെ രത്തും പിടിയും കിട്ടിയില്ല. അവസാനം തിരിച്ച് താമരയിൽ വന്നിരുന്നു. അപ്പോഴോ തപ ആരോ പറഞ്ഞ പോലെ തോന്നി ഉള്ളീന്ന്, തപസ് ചെയ്യൂ കൂട്ടാന്ന്. തപസ് എന്ന് പറഞ്ഞാ ഏകാഗ്രതയാണ് തപസ്. ഉടനെ മനസ്സിനെ ഏകാഗ്രമാക്കി അന്തർമുഖമാക്കി ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കി. അങ്ങനെ ആ ഉള്ളിലേക്ക് നോക്കിയപ്പോഴോ ഉള്ളിൽ കുറേ വിചാരങ്ങൾ ഇങ്ങനെ പൊന്തി പറയണ കണ്ടു. ആ വിചാരങ്ങളൊക്കെ ആരുടെ മുമ്പിലാ പൊന്തി പറയണേന്നപ്പോ ബ്രഹ്മാവ് ആലോചിച്ചു.
ഓ അതെന്റെ മുമ്പിലാണല്ലോ. ആ വിചാരങ്ങളെ അറിയുന്നവനിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോഴോ ആ വിചാരങ്ങളൊക്കെ ഇല്ലാണ്ടായി. അപ്പൊ വൈകുണ്ഠം തെളിഞ്ഞു, മഹാവിഷ്ണുവിനെ കണ്ടു എന്നാണ് കഥ. പുറത്തല്ലല്ലോ മഹാവിഷ്ണുവിനെയും വൈകുണ്ഠത്തെയും കണ്ടത് ബ്രഹ്മാവ് ആണോ? കണ്ണടച്ച് ധ്യാനിച്ചപ്പോ അവനവനില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ട വൈകുണ്ഠം, ഭഗവാന്റെ ദർശനം, വിഷ്ണു ദർശനം, വൈകുണ്ഠ ദർശനം, നാരായണ ദർശനം എവിടെയാ? വ്യക്തല്ലേ അവനവന്റെ ഉള്ളിലാന്ന്. ഈ ഞാനെന്ന വിചാരം പോലും എവിടെ നിന്നാണോ പൊന്തണത്, ഏതൊരു ബോധസ്വരൂപനിലാണോ നിൽക്കുന്നത്, ഏതൊന്നിലാണോ വിലയിക്കുന്നത്, അതാണ് വിഷ്ണു. ആ ബോധം മാറാത്തതാണ്, കാലദേശാതീതമാണ്, മാറാത്തത് കൊണ്ട്. അതുകൊണ്ട് സർവവ്യാപകമാണ്, സർവത്ര വ്യാപിച്ചിരിക്കുന്നതിനെയാണ് വിഷ്ണു എന്ന് പറഞ്ഞത്. വ്യാപ്നോതി ഇത് വിഷ്ണു. അപ്പൊ തിരിച്ചറിയാണ്, വിഷ്ണുവിൽ നിന്നാണ് ഞാനുണ്ടായത്. ആ സർവവ്യാപിയായ ആത്മതത്വത്തിൽ നിന്നാണ്, ബോധത്തിൽ നിന്നാണ് ഞാനെന്ന ആ അഹന്ത ഉടലെടുത്തത് എന്ന്. മനസ്സിലായോ? ഇതാണ് തന്നെത്താൻ അഭിമാനിച്ചു പിന്നേടം തന്നെത്താൻ അറിയാതെ കഴിയുന്നു. ഇത്രയൊക്കെ ലോകത്തിൽ നമ്മൾ കണ്ടുപിടുത്തങ്ങള് എത്രയൊക്കെ ഉണ്ടായിട്ടും അവൻ ആര്, കണ്ടുപിടിച്ചവനാര് എന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ശാസ്ത്രജ്ഞന്മാർക്ക്. പരമാവസ്ഥ രസകരമായിട്ട് പറയും, നമ്മളെ ഈ അഭിമാനങ്ങള് അതുണ്ടാക്കി ഇതുണ്ടാക്കി ഈ പ്രകൃതി മുഴുവനും നമ്മള് നമുക്ക് മെരുക്കിയെടുക്കാനും പിടിച്ചു. ഓരോരോ വെള്ളത്തിന്റെ അടിയിൽ എന്തൊക്കെയുണ്ട്, കടലിന്റെ അടിയിൽ എന്തൊക്കെയുണ്ട്, ഭൂമിയുടെ അടിയിൽ എന്തൊക്കെയുണ്ട്, എന്തെല്ലാമാ നമ്മൾ കണ്ടുപിടിച്ചത്. ശരീരത്തിൽ എന്തൊക്കെയുണ്ട്, മനസ്സിൽ എന്തൊക്കെയുണ്ട്, എല്ലാം കണ്ടുപിടിച്ചു. പക്ഷേ ഈ കണ്ടുപിടിച്ച ഞാനാരാ അതറിയില്ല. അവനവനെ അറിയാത്ത ഈ നേട്ടങ്ങളും കണ്ടുപിടുത്തങ്ങളും അറിവുകളൊക്കെ പൂജ്യങ്ങളത്രേ. പൂജ്യങ്ങൾ ഇങ്ങനെ നിരത്തി എഴുതിയാൽ എത്ര പൂജ്യട്ടാലും അതിന് വിലയുണ്ടോ? ഇല്ല. എന്നാൽ ആ പൂജ്യത്തിന്റെ ഇടതുഭാഗത്തൊരു ഒന്നിടുക, അപ്പോഴോ പൂജ്യത്തിന് വാല്യൂ 10 ഇനിയോ ആ ഒന്ന് വന്നാലോ പിന്നെയുള്ള ഓരോ പൂജ്യത്തിനും ആ 10, 100, 1000 ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. എത്ര വാല്യൂ ഇരട്ടിച്ചിരട്ടിച്ച് പോവുക അല്ലേ? ശരിയോ? ഈ ഒന്നാത്രേ അവനവനെ കുറിച്ചുള്ള അറിവ്. താനാര് മനസ്സിലായോ? എഴുത്തച്ഛൻ രാമായണത്തിൽ വളരെ വ്യക്തമാക്കി പറഞ്ഞു തരണു. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബുദ്ധി യാതൊന്നു ജഗത്രയെ മായയാകുന്നത്. ആത്മാവെച്ച ഞാൻ, എല്ലാത്തിനെയും അറിയുന്ന ബോധം. ഞാനല്ലാത്ത വസ്തുക്കളാണ് എന്തൊക്കെ? എൻ്റെ അറിവിന് വിഷയമായിട്ടുള്ള ദൃശ്യമായ ദേഹം, ദേഹാദി വസ്തുക്കൾ. ദേഹം നാം ചർച്ച ചെയ്ത ചിന്തകൾ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എല്ലാം, ബാഹ്യ വിഷയങ്ങളെല്ലാം. അതിലൊക്കെ ഞാൻ എൻ്റെ എന്നുള്ള വിചാരല്ലേ? ഇതിന്റെ പേരാണ് അജ്ഞാനം, അവിദ്യ, മായ എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ വട്ടം കറങ്ങിക്കൊണ്ട് അഹങ്കരിച്ചും അഭിമാനിച്ചും കഴിയണത്.